ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ബബിൾ ടീ ഉണ്ടാക്കുന്ന ഒരു കിറ്റാണ് കേട്ടോ. ബബിൾ ടീ ഒക്കെ എല്ലാവരും കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഞാനത് ഷോപ്പിൽ നിന്ന് കുടിച്ചിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഉണ്ടാക്കിയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവസ്ഥയെ പോയപ്പം എനിക്ക് കിറ്റ് വാങ്ങാൻ കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് അവസ്ഥയിൽ കിറ്റ് ഇരിക്കുന്നത് കാണുന്നത്. അവിടെ ഉണ്ടായിരിക്കും, എൻ്റെ കൺപെടാത്തോണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 2 ഫ്ലേവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പാഷൻ ഫ്രൂട്ട് വിത്ത് സ്ട്രോബെറിയുടെ ബോബയാണ്. ഇതിനകത്ത് പോപ്പിംഗ് ബബിൾസ് ഉണ്ട്. അത് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ്. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയത് മാംഗോ ഫ്ലേവർ വിത്ത് ലിച്ചിയുടെ പോപ്പിംഗ് ബബിൾസ് ആയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ പാക്കറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഈ കിറ്റിൽ എന്തൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ഒരു വലിയ തുളയുള്ള ഒരു സ്ട്രോ ഉണ്ട്. ഈ ബബിൾ കയറി വരേണ്ടതുണ്ട്. വലിയ തുളയുള്ള സ്ട്രോ ഉണ്ട്. പിന്നെ ഉള്ളത് കവർ ഭയങ്കര ഒച്ചയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സിറപ്പുണ്ട്, ഒരു സാഷ സിറപ്പുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ സംഭവം അതാണ് പോപ്പിംഗ് ബബിൾസ്. ഇത് സ്ട്രോബെറി ഫ്ലേവറാണ് കേട്ടോ. ഇതുപോലെ ഒരു കുഞ്ഞു ബോക്സ് നിറച്ചും ബബിൾസ് ഉണ്ട്. അത്യാവശ്യം നമുക്കൊരു ഗ്ലാസ്സിൽ ഫില്ല് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ബോബ ടീ ആണല്ലോ, അപ്പോൾ അതിനകത്ത് ഇടാനുള്ള ടീ ബാഗ്. ഇത് ജാസ്മിൻ ടീ ബാഗ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ടീ ബാഗ് ആദ്യം ടീ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാട്ടോ, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ കവറിൻ്റെ ബാക്കിൽ ഇവർ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് കുടിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തൊക്കെ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്ന ഇങ്ങനെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ ഒരു 100 ml ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളമായിരുന്നു. ഇത് കുറച്ച് നേരം ഞാൻ ഒഴിച്ച് വെച്ചിട്ട് ഇച്ചിരി തണുത്തു. കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനകത്തേക്ക് നമ്മുടെ ജാസ്മിൻ്റെ ടീ ബാഗ് ഇടണം എന്നാട്ടോ അവർ പറഞ്ഞ്. 2 മിനിറ്റ് ടീ ബാഗ് ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഞാനതങ്ങ് ഇട്ട് വെച്ചു. ഇത് കേട്ടോ, ഈ ടീ ബാഗ് ഒന്ന് ഇട്ട് വെച്ച് ഒന്ന് സ്റ്റെർ ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തു. എന്നിട്ട് 2 മിനിറ്റ്സ് ഇത് അനക്കാതെ വെക്കണം എന്നാട്ടോ എഴുതിയേക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇതിന് 2 മിനിറ്റ്സ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ വേണ്ടേ, നമ്മുടെ ടീ ബാഗ് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കളയുകയാണ് കേട്ടോ. ഈ ബാഗ് എടുത്ത് നമുക്ക് കളയാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ തണുപ്പിച്ചുകൊണ്ട് കഴിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് സ്റ്റിൽ ചൂടുണ്ട്. അത് തണുക്കാനായിട്ട് കുറച്ച് നേരം വെക്കാതെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, ഈ സിറപ്പ് ഈ ടീയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോപ്പിംഗ് ബബിൾസ് വെള്ളം പോയി. പോപ്പിംഗ് ബബിൾസ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബബിൾസ് വീഴട്ടെ. ഇങ്ങനെയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 200 ml നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 200 ml ഗ്ലാസ്. അതിനുശേഷം 1-2 ഐസ് ക്യൂബ് നിങ്ങളുടെ തണുപ്പിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്ര ഇട്ട് കൊടുത്തു. ഇപ്പോൾ നോക്കി നമ്മുടെ ബോബ ടീ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ സൂപ്പറായിട്ടില്ലേ? ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ബബിൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കൊരു ഇച്ചിരി മധുരം കൂടുതലാണ്. ഇച്ചിരി കൂടുതലാണെന്നാണ് തോന്നുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള, മധുരം കുറവ് വേണ്ടവർക്ക് കുറച്ചിട്ടാൽ മതി എന്ന് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്യണേ.